ഇങ്ങനെയൊക്കെ ആടണേ ഇങ്ങനെ തന്നെ വരണോ? ഇന്നേ വരെ ബീച്ച് കാണാത്ത 10-ൽ പരം ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട്. ഇവരൊക്കെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു സന്തോഷം എന്ന് പറയുന്നത്. ഇതേപോലെ ട്രിപ്പ് നമുക്ക് ഇനിയും പോകണ്ടേ? ബാക്കിയുള്ള ആളുകളൊക്കെ നമുക്ക് കൊണ്ടുവരണം അല്ലേ? ഇതൊന്നും ഞങ്ങൾക്ക് കാണാൻ പോലും സ്വപ്നം കാണാൻ കഴിയാത്തൊരു സംഭവം. അടിപൊളി, സൂപ്പർ. ഹൃദയത്തോട് ചേർത്ത് വെച്ച കുറെ നാട്ടുകാരുണ്ട്. ഇത് മനസ്സ് നിറഞ്ഞ് ഈ അടിവാരക്കാരോടെ ചേർത്ത് പിടിക്കല്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിപ്പോൾ ഉള്ളത് അടിവാരത്താണ്. അടിവാരം എന്ന് വെച്ചാൽ താമരശ്ശേരി ചുരം തുടങ്ങുന്ന സ്ഥലമാണ് ഈ ഒരു അടിവാരം എന്ന് പറയുന്നത്. വോയിസ് ഓഫ് അടിവാരം എന്ന് പറയുന്ന വാട്സപ്പ് കൂട്ടായ്മയുടെ കീഴിൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകളെ ഒരു ട്രിപ്പ് കൊണ്ടുപോവാണ്. ആ ഒരു ട്രിപ്പിൽ നമ്മളും കൂടെ പോവുകയാണ്. നമ്മൾ ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ടാണ് ഈ ഒരു ട്രിപ്പിൽ നമ്മൾ പങ്കെടുക്കുന്നത്. ഈ ഒരു ബസ്സിനകത്താണ് യാത്ര പോകുന്നത് കേട്ടോ. അതിൻ്റെ ഫ്ലാഗ് ഓഫും അതോടൊപ്പം അതിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. 40-നടുത്ത് ആളുകൾ ഈ ഒരു ട്രിപ്പിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൻ്റെ ഫ്ലാഗ് ഓഫും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. ഈ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് അടിവാരത്തു നിന്നാണ്. നേരെ കോഴിക്കോടേക്കാണ് പോകുന്നത് കേട്ടോ. ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാനൊന്ന് ബസ് കയറട്ടെ. എല്ലാവരും ബസ്സിൽ കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരുപാട് വർഷങ്ങളിൽ ബാക്കിലോട്ട് പോവാണ്. നമ്മുടെ ബാല്യകാലത്തിലേക്ക് യാത്ര പോവുകയാണ്. നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട യാത്രകൾ ചെയ്യാൻ, ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കാൻ, അല്ലെ, ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ സന്ദർശിക്കാൻ, ഇങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മൾ നടന്ന് കാണുകയും ചെയ്യുകയൊക്കെ ചെയ്ത് ജീവിതത്തിന്റെ ഓരോ പ്രശ്നങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അതിൽ നിന്ന് നമ്മളൊരു മടക്കം നമ്മുടെ ബാല്യകാലത്തിലേക്ക് നമ്മൾ എങ്ങനെയാണോ നല്ല രീതിയിൽ സന്തോഷിച്ച് ജീവിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു കാലഘട്ടത്തിലേക്കുള്ള ഒരു ബാക്ക് നിങ്ങളെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പം നമ്മളെ പോകുന്ന വഴിയിലെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയാണ് കേട്ടോ. നമ്മുടെ കൂടെയുള്ള ആംബുലൻസ് ആണിത്. അതേപോലെ തന്നെ ഈ ഒരു ബസ്സിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുവാണെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് എല്ലാ സജ്ജീകരണങ്ങളും. നമ്മുടെ കൂടെ ബസ്സിൽ നേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ആംബുലൻസ് നമ്മുടെ കൂടെ വരുന്നുണ്ട്. ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. കാരണം എല്ലാവരും ട്രിപ്പിൻ്റെ ഒരു മൂഡിലേക്ക് മാറി വരികയാണ്. അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തി കേട്ടോ. ഇവിടുന്ന് ചായ കുടിച്ചിട്ട് ബാക്കി യാത്ര. അപ്പോൾ നമുക്ക് ബോട്ട് സർവീസ് തുടങ്ങുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് കൊളത്തറ ചുങ്കാണ്. ഇത് ടീം ഐലൻഡിൻ്റെ ബോട്ട് സർവീസാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ 2 ബോട്ട് ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. നമ്മൾ ഈ ഒരു ബോട്ടിലായിരിക്കും പോകുന്നതാണ് തോന്നുന്നത്. സർവീസ് തുടങ്ങുന്നത് രാവിലെ 9 മണിക്കാണ്. ഇപ്പോൾ കുറച്ച് സമയം ലേറ്റായി. 9 മണിക്കാണ് ഇവിടുന്ന് സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കൊളത്തറ ചുങ്കത്തു നിന്നാണ് ഈ ഒരു ടീം ഐലൻഡിൻ്റെ ബോട്ട് സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെയാണ് നമ്മളുള്ളത് കേട്ടോ. ചെറിയ വാഹനങ്ങളൊക്കെ ആണെങ്കിൽ ഈ ഒരു സ്ഥലത്തേക്ക് നമുക്ക് വരാൻ പറ്റും. അതേപോലെ തന്നെ വലിയ ബസ്സായതുകൊണ്ട് എല്ലാവരും റോട്ടിൽ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതേപോലെ ട്രിപ്പും കാര്യങ്ങളൊന്നും ഇതുവരെ പോയിട്ടുണ്ടാവില്ല. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എല്ലാവരുടെ മുഖത്തും ഉണ്ട്. ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ എല്ലാവരുടെ മുഖത്തും ഉണ്ട്. ഇനി ഇവിടുന്ന് നേരെ നമ്മൾ ബോട്ടിൽ കയറുന്നു, യാത്ര തുടരുന്നു. അതാണ് ഇന്നത്തെ പരിപാടി. പിന്നെ നമ്മൾ രാവിലെ പോവുക കടവ് റിസോർട്ടിന്റെ മുന്നിലൂടെ പോയി ഊർക്കടവ് പറഞ്ഞ സ്ഥലത്തെത്തും. അവിടുന്ന് തിരിച്ച് നമ്മൾ ഇവിടെ കാണുന്ന ഒരു ഐലൻഡ് ഉണ്ട്. അവിടെയാണ് നിങ്ങൾക്കുള്ള ഭക്ഷണമൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. ഭക്ഷണം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഫറോക്ക്, ബേപ്പൂരൊക്കെ പോയി വൈകുന്നേരം ഇവിടെ തിരിച്ചെത്തുക. പോയ ബാല്യത്തിൻ ഓർമ്മകൾ തന്നിലെ മുത്തുമണികൾ പെറുക്കിടട്ടെ. അടിവാരം എന്നൊരു കൊച്ചു സുന്ദരമായ ഗ്രാമത്തിന്റെ ഞങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ഞങ്ങളുടെ മാതാപിതാക്കളാണ് ഈ ഹൗസ് ബോട്ടിംഗ് സർവീസിൽ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് യാത്ര തുടരുകയാണ് കേട്ടോ. നമ്മൾ ചാലിയാർ നദിയിലൂടെയാണ് ഇന്നത്തെ യാത്ര. ചിരിക്കണം, ചിരിച്ചുകൊണ്ടിരിക്കണം. ആത്മാവിന് അനുഭൂതി നൽകുന്ന ഏറ്റവും നല്ല സന്തോഷമായ മെഡിസിൻ പുഞ്ചിരിക്കുക. അത് ധർമ്മമാണ്, ദാനമാണ്. ഞാൻ അടിവാരം ചെറുവണ്ണൂർ, ഫാറൂഖ്, ബേപ്പൂര്, ജങ്കാറ്, അതേപോലെ തന്നെ ചാലിയം വഴി നമ്മൾ നേരെ തിരിച്ചിട്ട് ഇങ്ങോട്ട് വരും. ആ റൂട്ടിലാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടുള്ളത് കേട്ടോ. ഞങ്ങളുണ്ട് കൂടെ. അത്ര വേണ്ടതേ വേണ്ട. ഇനി എന്താണ് അവർക്ക് വേണ്ടത് വെച്ചോടെ മുണ്ടില്ലെന്ന് പറഞ്ഞേ മിണ്ടാണ്ട് നിൽക്കുന്ന ആൾക്കാരേക്കും പവർഫുള്ളിലിരിക്കുക. എന്റെ പേര് സൈനബ. അപ്പൊ ഈ ഫ്രണ്ടിൽ കാണുന്നത്
പുതിയ പാലാട്ടോ. അതായത് ഈ സൈഡ് രാമനാട്ടരയും അതേപോലെ തന്നെ ഈ സൈഡ് ചെറുവണ്ണൂരുമാണ് വരുന്നത്. പഴംപൊരിയും ചായ ഉണ്ട് കേട്ടോ. ഓട് ഫാക്ടറികളാട്ടോ. ഓട് ഫാക്ടറി ഒരുപാടുണ്ട് കേട്ടോ ഈ ഒരു റൂട്ടിൽ. നമ്മളിപ്പോൾ നേരത്തെ ഒരു ഓട് ഫാക്ടറി കണ്ടു. അന്ന് നമ്മൾ കഴിക്കുന്ന ഒരു ചക്കേന്റെ ചെത്ത് അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ചക്കയ്ക്ക് ഒരു ടേസ്റ്റ് ഇല്ല. അത് എന്താണെന്നറിയോ? ഇപ്പൊ വിശപ്പില്ല മനുഷ്യന്. ഈ കാണുന്നതേ ഫറൂഖിലെ പഴയ പാലാട്ടോ ഈ കാണുന്നത്. അതായത് ഇത് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയിട്ടുള്ള പാലാണ്. ഇത് റെയിൽവേ ക്രോസ് ആട്ടോ. ഇത് റെയിൽവേ ക്രോസിന്റെ പാലാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് കണ്ടൽക്കാട് സ്റ്റാർട്ട് ചെയ്യാണ്. ഈ ബോട്ടുകളൊക്കെ ഫിഷിങ്ങിന് പോകുന്ന ബോട്ടുകളാട്ടോ. നമ്മൾ അതിൻ്റെ ഇടയിലൂടെയാണ് പോകുന്നത്. ഒരുപാട് ബോട്ടുകൾ കേട്ടോ, ഇഷ്ടംമാതിരി ബോട്ടുകളുണ്ട്. അതേപോലെ തന്നെ ചെറിയ ചെറിയ വള്ളങ്ങളിൽ മീൻ പിടിക്കുന്ന ഒരുപാട് ആളുകളുണ്ടോ. ഇതിനകത്തൊക്കെ ആളുകളുണ്ട്. ഈ ഒരു ബോട്ടിലൊക്കെ ആളുകളുണ്ട്. കാണുന്നതൊക്കെ ചരക്ക് കപ്പലുകളാട്ടോ. അതായത് വലിയ വലിയ സാധനങ്ങൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന വലിയ വലിയ കപ്പലുകളാണിത്. അതേപോലെ തന്നെ ആളുകളെ സർവീസ് നടത്തുന്നതൊക്കെ ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെ കേട്ടോ. ഇവിടുന്ന് നമുക്ക് ക്രോസ് ചെയ്തിട്ട് ആ ഒരു സൈഡിൽ കൂടെ നമുക്ക് അപ്പുറ സൈഡ് വരെ നമുക്ക് പോകാൻ പറ്റും. ആ ഒരു അങ്ങേയറ്റം വരെ നമുക്ക് പോകാൻ പറ്റും കേട്ടോ. അവിടെ നിന്ന് അങ്ങോട്ട് കടലാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് എന്തായാലും പോകാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് തിരമാലയായിരിക്കും. സ്പീഡ് ബോട്ട് ആട്ടോ. സ്പീഡ് ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇതൊക്കെ ഈ ബേപ്പൂരിൽ നിന്നുള്ള ആക്ടിവിറ്റീസ് ആട്ടോ. അത് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയാണ് കേട്ടോ. 1 മണിക്കൂർ റെസ്റ്റ് ഉണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് നിന്നാട്ടോ ഇതിൻ്റെ നമ്മൾ കയറിയിട്ടുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് തന്നെയാണ് ഇവർ ഈ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇങ്ങനെ ഒരു കാഴ്ച നമുക്ക് ഒരിക്കൽ പോലും ഇനിയിപ്പോൾ എത്രയോ നമ്മൾ കൂടിപ്പോയാൽ 1000-500 1000 അല്ലെങ്കിൽ കൂടിപ്പോയാൽ 2000 നമുക്ക് മുടക്കാം. പക്ഷെ ഈ 2000 മുടക്കിയാലും 5000 മുടക്കിയാലും ഒരാൾ നമ്മളെ കൊണ്ടുവന്ന് കാണിച്ചു തരാൻ നമ്മുടെ ഭാഗത്തൊന്നുമില്ല. അങ്ങനെ ഒരു സെറ്റപ്പ് ഒരുക്കി തന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ 1000 നന്ദികൾ. കാരണം ഇതൊന്നും ഞങ്ങൾക്ക് കാണാൻ പോലും സ്വപ്നം കാണാൻ കഴിയാത്തൊരു സംഭവം. നമ്മൾ പ്രതീക്ഷിക്കാത്തൊക്കെയാണല്ലോ നടക്കുന്നത്. ഇത് നമ്മൾ കാണുന്ന പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളാണല്ലോ. അതെ അതെ. ചവിട്ടണ്ട അങ്ങ് അടിക്കോളൂ. മുറുക്കി പിടിച്ചോളേ. ഇതൊക്കെ ആടുന്നത് ഇങ്ങനെയൊക്കെ ആടണ ഇങ്ങനെ തന്നെ വരണോ? തല ബാക്കോട്ടാക്കണ്ട. തെങ്ങ് അവിടെ നിന്നാണ് നമ്മൾ ബോട്ട് സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്താണ് ഈ ഒരു റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ. ഇവർ ഫുഡിൻ്റെ സെക്ഷനൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളെ ബോട്ട് തന്നെയാണിത്. 1 മണിക്കൂറാണ് ഇവിടുത്തെ റെസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. അതിനുശേഷം ബാക്കി ബോട്ട് സർവീസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കായിട്ട് നമുക്കിവിടെ റിലാക്സ് ചെയ്യാനോ അതേപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് ഓപ്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ. ഊഞ്ഞാലും അതേപോലെ തന്നെ ഇതേപോലെ കിടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കൂട്ടത്തിൽ വന്നിട്ടുള്ള ആളുകളൊക്കെ ഒരുപാട് സന്തോഷത്തിലാണ്. കാരണം ഇതേപോലത്തെ ഒരു ട്രിപ്പ് ഒരു ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്തൊരു ട്രിപ്പാണ് ഇവർക്ക് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വാട്സപ്പ് കൂട്ടായ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഒരാളും ചിന്തിക്കാത്ത കൺസെപ്റ്റുകളാണ് ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇവരൊക്കെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സന്തോഷം എന്ന് പറയുന്നത് 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകളാണ് എല്ലാവരും ഉള്ളത്. അതുപോലെ തന്നെ പല അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ള ആളുകളാണ്. പക്ഷേ എല്ലാ തരത്തിലുള്ള അസുഖങ്ങളും അവർ മറന്നുകൊണ്ട് ഈ ഒരു ട്രിപ്പിൻ്റെ ഒരു വൈബിലേക്ക് മാറിയിരിക്കുകയാണ് കേട്ടോ. നമ്മളെ ട്രിപ്പ് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നല്ല സന്തോഷല്ലേ? ഇങ്ങനെ ട്രിപ്പ് പോയിണ്ടോ ഇതിന്റെ മുന്നേ? ഇല്ല, ആദ്യമായിട്ടാ. ഞങ്ങളെപ്പോഴും റെഡിയാണ്. അടുത്തേലും ഞങ്ങൾ നറുക്കിടണമെന്ന് പറയുന്നത്. നല്ല പരിപാടി. ഇനിയും പോരണം അങ്ങനെയൊക്കെ. ഇങ്ങനെ പോയിണ്ടോ ട്രിപ്പ്? 4 മണി പോയില്ല. ഇതേ ഒരാളെ മാത്രം അഭിപ്രായമല്ല കേട്ടോ. ഈ ട്രിപ്പിൽ വന്നിട്ടുള്ള എല്ലാവരെയും ഒരേ അഭിപ്രായമാണ്. കാരണം ഇതേപോലത്തെ ട്രിപ്പും കാര്യങ്ങളും ഒന്നും പോകാത്ത ആളുകളാണ്. ഇതേപോലത്തെ സ്ഥലങ്ങൾ കാണാത്തവരാണ്. നേരത്തെ പറഞ്ഞ പോലെ പകുതി വയസ്സ് കുറഞ്ഞ എല്ലാവർക്കും. എല്ലാവരും അതാട്ടോ പറയുന്നത്. ഒന്ന് കാണാൻ പറ്റിയ സന്തോഷം. കാണാൻ പറ്റിയ വയസ്സാണോലും ഒന്നും വരാനൊന്നും ആവൂല. അതിനെക്കൊണ്ട് നന്ദി. എല്ലാവരെയും വിളിച്ചുകൂട്ടി കൊണ്ടുവന്നേന്. എല്ലാവരെയും വിളിച്ചുകൂട്ടി കൊണ്ടുവന്നവർക്ക് ആരോഗ്യ ആഫിയത്തും ഉള്ളത് ഇനി കൊണ്ടുവരാനുള്ളവരെ കൊണ്ടുവരാനും മനസ്സും പൈസ ഉണ്ടാകട്ടെ. നമ്മൾ കാലം വരെ എവിടെയും പോയിട്ടില്ല. ആദ്യമായിട്ടാണ് ഇവിടെ വന്ന്. ഇതിനൊക്കെ ഉള്ള നന്ദി. നല്ല ഇത്രയും പ്രായത്തിലിടെ ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വോയിസ് ഓഫ് അടിവാരം എന്ന് പറഞ്ഞ ആ വാട്സപ്പ് കൂട്ടായ്മക്ക് എല്ലാവിധ ആശംസകളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു.
നല്ല പരിപാടിയാണ്. ഇത് ഉയർന്നു പോട്ടെ, നല്ല പരിപാടിയായി വരട്ടെ. പുതിയ പുതിയ ആൾക്കാരൊക്കെ അതിന് പുതിയ അത് തന്നെയുള്ളൂ. ഇങ്ങനെ അടിവാരത്തുണ്ടായിട്ടില്ല. വന്നിട്ട് അതേപോലെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ വോയിസ് ഓഫ് അടിവാരം എന്ന് പറയുന്ന ഗ്രൂപ്പ് നമ്മൾ ഈ കണ്ടിട്ടുള്ള കുറച്ച് ആളുകളല്ല കേട്ടോ. ഒരുപാട് ആളുകൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മളിതിൻ്റെ എമൗണ്ടിൻ്റെ കാര്യത്തിലായാലും അങ്ങനെ ഒരുപാട് ആളുകൾ ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇവർ നന്ദി പറയാണ്, കൂട്ടത്തിൽ ഞാനും പറയാണ്. കാരണം ഇതേപോലത്തെ ഒരു ട്രിപ്പിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റിയ തന്നെ ഭാഗ്യമാണ്. അപ്പോൾ ഇത്ര ആളുകളാട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. 40-ൽ കൂടുതൽ ആളുകളുണ്ട് ഈ ഒരു ട്രിപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ ഈ ഒരു ട്രിപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് നിൽക്കുന്ന ആളുകളുണ്ട്. ഈ ആളുകളെ തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് സെലക്ട് ചെയ്ത ആളുകൾ മാത്രമാണ്. ഇതേപോലെ ട്രിപ്പുകൾക്ക് നിങ്ങൾക്കും അവസരം ഉണ്ടാവും. ഇവർ ഇനിയും ട്രിപ്പും അതേപോലെ തന്നെ പല പല കാര്യങ്ങൾ ഈ ഒരു വോയിസ് ഓഫ് അടിവാരം ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷത്തോടുകൂടി എല്ലാവരും ഹാപ്പി അല്ലേ? അടിപൊളിയല്ലേ? ഇതേപോലെ ട്രിപ്പ് നമുക്ക് ഇനിയും പോകണ്ടേ? ബാക്കിയുള്ള ആളുകളൊക്കെ നമുക്ക് കൊണ്ടുവരണം അല്ലേ? അപ്പോൾ ഇതിൽ വന്നിട്ടില്ല എല്ലാവരും ഒരുപാട് സന്തോഷമാണ്. നമുക്കിപ്പോൾ എത്ര വയസ്സ് കുറഞ്ഞ്? പകുതി വയസ്സ് കുറഞ്ഞോ? ഇതേപോലെ ട്രിപ്പ് നമ്മൾ പോയിട്ടുണ്ടോ ഇതിനു മുന്നേ? ഇല്ല. അപ്പോൾ ഇതിലുള്ള ഒരുവിധ ആളുകളൊന്നും ഇതേപോലത്തെ ട്രിപ്പുകളൊന്നും പോകാത്ത ആളുകളാണ്. അപ്പോൾ ഇനി നമ്മുടെ ബാക്കി യാത്ര സ്റ്റാർട്ട് ചെയ്താലോ? മക്കള് അപ്പോൾ മറ്റ് ട്രിപ്പൊന്നും പോകുന്ന പോലെ അല്ല കേട്ടോ ഈ ഒരു ട്രിപ്പ്. മറ്റ് ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ വൈബാണ്, വേറെ മൂഡാണ്. ഇത് വേറൊരു മൂഡ്. അപ്പോൾ എല്ലാവരും ബോട്ടിൽ കയറിട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ ബാക്കി ഭാഗമാണ് പോകാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് കടവ് റിസോർട്ടിൻ്റെ ആ ഒരു ഭാഗത്തേക്കൊക്കെ ആട്ടോ ഇനി പോകുന്നത്. കൈയടിക്കാൻ ഞാൻ പറയാൻ മുന്നേ കൈയടിച്ച് ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആണ് നമുക്ക് വേണ്ടി. നെഞ്ചിനകം വെട്ടി പീഡിച്ചോരുന്നോളെ മറുവർണ്ണ പൂവല്ലേ എങ്കി മാറിയുന്നോളെ തിളക്കമരിയുന്ന മലരെ കടലിലെ കനവിനെ ഉൾക്കുന്ന ചകരെ മാരന്റെ പരവും കാത്ത് പുതുനാടി കമനിലായിരുന്നിടും മരുമോനെ വീട്ടിൽ ചമ്മായി ഞങ്ങളോട് സഹകരിച്ച എല്ലാ വ്യക്തികൾക്കും ഈ ബോട്ട് സർവീസ് തന്ന നമ്മുടെ മമ്മൂട്ടിക്കാർക്കും അവരെ പിന്നെ ക്യാപ്റ്റനും അവരുള്ള മറ്റുള്ള വ്യക്തികൾക്കൊക്കെ 1000 നന്ദിയും കടപ്പാടും വോയിസ് ഓഫ് അടിവാരം ടീമിന്റെ പേരിൽ ഞങ്ങൾ ഹൃദ്യമായിട്ട് നേരുകയാണ്. അപ്പോൾ നമ്മുടെ ബോട്ട് സർവീസ് കഴിഞ്ഞു കേട്ടോ. നമ്മൾ രാവിലെ കയറിയതാണ്, ഇപ്പോൾ വൈകുന്നേരമായി. കടലമ്മ എന്ന് കരയിൽ എഴുതിയിട്ട് തിരമാല മാച്ചു കൊണ്ടുപോകുന്ന ഹൃദയത്തിൽ കയറും. അതൊന്ന് കാണുക. അപ്പോൾ നമ്മൾ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ കോഴിക്കോട് ബീച്ചിലെത്തിട്ടോ. ഇന്നേ വരെ ബീച്ച് കാണാത്ത 10-ൽ പരം ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട്. പ്രായം കൂടുതലുള്ള ആളുകളായതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ അവരെ നോക്കാൻ വേണ്ടിയിട്ട് നേഴ്സുമാരുണ്ട്. അതോടൊപ്പം തന്നെ തൊട്ട് പുറകിൽ ഒരു ആംബുലൻസും സർവീസ് നടത്തുന്നുണ്ട്. അങ്ങനെ എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയിട്ടാണ് ഈ ഒരു ട്രിപ്പ് ഇവർ പ്ലാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ബീച്ചിൽ പോയിട്ട് തിരിച്ചു വരികയാണ്. ഇനി നമ്മൾ നേരെ നാട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാക്കിലുള്ള ആംബുലൻസ് കേട്ടോ. ഇതിനകത്ത് ഇവർ നമ്മുടെ ബാക്കിൽ തന്നെ എടുത്ത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വരികയാണെങ്കിൽ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല. MR ഹൈപ്പർ മാർക്കറ്റ് മുപ്പരോട് നമ്മളെ ഈ പിന്നെ പരിപാടി കണ്ടപ്പോൾ എന്നോട് പറഞ്ഞ് എന്തെങ്കിലും ഒരു എന്നെയും കൂടി ഒരു പങ്കാളിയാക്കണമെന്ന് പറഞ്ഞ് നമുക്ക് ചായയും അതിനുള്ള എല്ലാ സൗകര്യവും ചെയ്തു തന്നിട്ട് MR ഹൈപ്പർ മാർക്കറ്റിൽ വോയിസ് ഓഫ് അടിവാരത്തിന്റെ എല്ലാവിധ ആശംസകളും. അവരല്ലേ നമ്മളെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇന്ന് എനിക്ക് അങ്ങോട്ട് നോക്കിയൊരു ഫീൽ. ഹൃദയം തുറന്നങ്ങോട്ട് പറയാം. 60 വയസ്സായ മാതേശി 30 വയസ്സ് തോന്നി. എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യം തരട്ടെ. വോയിസ് ഓഫ് അടിവാരത്തിന് എന്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് എന്ത് വേണം, മരുന്നാണെങ്കിലും ഭക്ഷണമാണെങ്കിലും ഞാൻ വീട്ടിലെത്തിച്ചു തരും. എന്താ വേണ്ട വെച്ചാൽ എന്നോട് പറയണം കേട്ടോ. നേരത്തെ മാധവരത്തിനും ജാനുവരി പറഞ്ഞ ഒരു 30 വയസ്സുകാരുടെ ഒരു എന്റർടൈൻമെന്റ് ആണ് ഞങ്ങൾക്ക് അതാ ഫീൽ ചെയ്യും. നല്ല സന്തോഷവും അഭിപ്രായവും ഒക്കെ ആണ്. സമ്മാനം കിട്ടുമോ? നല്ലതായിരുന്നു.
ഇനിയും പോകണം. ഇപ്പൊ നടത്തിയ പരിപാടിയൊക്കെ എല്ലാം ഉത്സാഹമായിരിക്കുന്നു. എല്ലാവിധ ആരോഗ്യ സൗഖ്യങ്ങളും നേർന്നുകൊണ്ട് നമ്മളെ ലോകത്തൊന്നല്ല നമ്മൾ ഏതോ ലോകത്താണ്. നല്ലതായി നല്ലൊരു സുഖകരമായ യാത്രയാണ്. ഇത്രയും കാലം പോകാത്ത സ്ഥലത്തൊക്കെ കൊണ്ടുപോയി എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ആടിപ്പാടി നല്ല സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി നമ്മളെല്ലാവരും ഭക്ഷണവും കഴിച്ച് നല്ല യാത്രയിൽ ഇവിടെ എത്തിക്കുന്നു. എന്നെ സഹായിച്ചവര് എല്ലാവരും ഉണ്ട്. ആയിരം ആയിരം നന്ദി. സർവശക്തനായ അള്ളാഹു തആല എല്ലാവർക്കും ആഫിയത്തും മർക്കത്തും ഏറ്റിത്തരട്ടെ. ആമീൻ. സന്തോഷമായി. ഞാൻ മരിക്കുന്നവരെ കാത്തു സൂക്ഷിക്കും. എൻ്റെ ഇത്രയും പ്രായത്തിലിടെ നല്ലൊരു അനുഭവമാണ്. നല്ല സന്തോഷം. നല്ല സന്തോഷം പോലെ. ഞങ്ങളാരും ഒരു കടയിലൊന്നും ഞാൻ കണ്ടില്ല. ഒരുപാട് സന്തോഷമായി. ജീവിതത്തില്ലാത്ത അനുഭവങ്ങളും എല്ലാം നല്ലതാ. നല്ല സന്തോഷമായി. നല്ലതായിരുന്നു. ഉഷാറായി. എല്ലാം പോയി സന്തോഷമായി. ഇഷ്ടപ്പെട്ട് നന്നായി. എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി കാണിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അടിപൊളി, സൂപ്പർ. ഉഷാറായി. നല്ലോണം എൻജോയ് ചെയ്ത് അച്ഛന്മാരെപ്പോ അമ്മമാരെപ്പോ ആയിട്ട് എല്ലാവർക്കും നന്ദി. എല്ലാവരും നല്ല ഹാപ്പിയാണ്. ഇതൊക്കെ അവർക്ക് നല്ലൊരു അനുഭവമാണ്. അപ്പോൾ നമ്മളെ ഈ ഒരു 1 ഡേ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ തുടങ്ങിയ അതേ സ്ഥലത്ത് തന്നെ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ വോയിസ് ഓഫ് അടിവാരത്തിൻ്റെ ടീം കേട്ടോ. ഇത് മാത്രമല്ല 400-നടുത്ത് ആളുകളുള്ളൊരു ടീമാണ് വോയിസ് ഓഫ് അടിവാരം. നമസ്കാരം. നമ്മളെ നോക്കിയ അവരെ തന്നെ നമ്മൾ തിരിച്ച് കെയർ ചെയ്ത് ഒരു 1 ഡേ ടൂർ ഫിക്സ് ചെയ്ത് കൊണ്ടുപോവുക. അതേപോലെ തന്നെ ഒരു പ്രശ്നങ്ങളും വരാതെ തിരിച്ച് ഇവിടെ എത്തുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. നമ്മളിവിടെ വന്നില്ല, എനിക്ക് വരാൻ പറ്റില്ല, മിസ് ചെയ്ത്. എൻ്റെ ഒരു ബഷീർ. നമ്മളിന്ന് ടൂറ് പോയതിൽ 9 ആളുകൾ ജീവിതത്തിൽ കടൽ കണ്ടിട്ടില്ല എന്നാണ്. 60 വയസ്സ് കാലം ഒരു ഭൂമിയിൽ ജീവിച്ചിട്ട് ഈ കടലെന്താന്ന് കാണാത്ത ആ വ്യക്തികൾ കണ്ട് അവരാ ഒരു നിമിഷം മാത്രം മതി. ഈ ഒരു പരിപാടിയിൽ സഹകരിച്ച ഞങ്ങളുടെ എല്ലാ നാട്ടുകാർക്കും പ്രവാസികളായ ഞങ്ങൾ എല്ലാ നല്ല സുഹൃത്തുക്കളുണ്ട്. പിന്നെ എടുത്തു പറയാൻ നല്ല സ്പെഷ്യലി ഞങ്ങൾ അടിവാരത്ത് നാട്ടുകാർ നല്ല കാര്യങ്ങൾക്കെന്നും ഒരു മടി കൂടാതെയും എന്താണെന്ന് പോലും ചോദിക്കാതെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച കുറേ നാട്ടുകാരുണ്ട്. ഹൃദയം നിറഞ്ഞ നന്ദികൾ വോയിസ് ഓഫ് അടിവാരത്തിൻ്റെ ടീമിൻ്റെ പേരിൽ ഞാൻ അറിയിക്കുന്നു. ഇങ്ങനെ ഇത് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു യാത്ര. നമ്മുടെ നാട്ടുകാർക്ക് തോന്നിയ നല്ല മനസ്സിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. എൻ്റെ പേര് മുനീർ. സന്തോഷവും ഒരു വിഷമമുണ്ട്. 9 പിന്നെ മാതാപിതാക്കൾ കടൽ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടിവാരത്ത് തിരിച്ചിട്ട് കാര്യമില്ല. കോഴിക്കോട് ജില്ലയിലുള്ള കടൽ അതൊക്കെ കേട്ടപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി. എൻ്റെ പേര് സതീഷ് കുമാർ. ഇന്നത്തെ ഈ ഒരു 1 ഡേ ടൂറിൽ 1000 വർഷം ജീവിച്ചതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഈ അടിവാരത്തിലുള്ള ആളുകളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളുകളും. എൻ്റെ റഫീഖ്. രാവിലെ തൊട്ട് നമ്മളെ പറയില്ല. ഇതുപോലത്തെ ട്രിപ്പ് ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. ഇത് മനസ്സ് നിറഞ്ഞ് ഈ അടിവാരക്കാരുടെ ചേർത്ത് പിടിക്കൽ വാക്കുകളില്ല. ഒരു നന്ദി കൊണ്ടൊന്നും തീരുന്നതല്ല ഇവരെ ഈ പരിപാടി. എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് വന്നു. നമ്മൾ ഒരുപാട് ഹാപ്പിയാണ്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകളെ ആണ് ഇപ്പോൾ 1 ഡേ ട്രിപ്പ് കൊണ്ടുപോയി വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ മുന്നോട്ട് ഒരുപാട് ട്രിപ്പുകളും മറ്റ് പല കാര്യങ്ങളും ഇവർക്ക് ചെയ്യാൻ പറ്റട്ടെ. നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കും.